നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചി, ഇവിടെ ഒരു അബദ്ധം സംഭവിച്ചേക്കാം. എന്തബദ്ധം? വളച്ചു കിട്ടാതെ പറയാം. നിങ്ങളെല്ലാവരും കരുതിയത് ഞാൻ സ്നേഹിക്കുന്നത് അഞ്ജിതയാണെന്ന്. എന്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് കരുതിയത്. എവിടെയോ കമ്മ്യൂണിക്കേഷനിൽ ഒരു തകരാറ് വന്നിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നത് അഞ്ജിതയല്ല, ഈ നിൽക്കുന്ന ഗോപികയാണ്. അത് പിന്നെ ആ ജാതകം. പെണ്ണിന്റെ ജാതകം കിട്ടി. എനിക്ക് മൊബൈലിൽ അയച്ചു തന്നു. അത് ഞാൻ എല്ലാവർക്കും സെൻഡ് ചെയ്ത് തരാം. എടാ മോനെ, നീ അത് അയച്ച് ബുദ്ധിമുട്ടണ്ട. ജാതകം എന്റെ കയ്യിലുണ്ട്. മുത്തശ്ശിക്ക് എങ്ങനെ കിട്ടി? ജാതകം എന്റെ ഫോണിലല്ലേ കിടക്കുന്നത്? ജാതകം സുലോചന കൊണ്ടുവന്നു. സുലോചന ജാതകം ഇപ്പൊ ഇവിടെ കൊണ്ട് തന്നിട്ട് പോയതേ ഉള്ളൂ. എന്നിട്ട് എവിടെ ജാതകം? ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ അത്. അല്ല, ഇവിടെ ഇരുന്ന് ജാതകം ഇവിടെ പോയി. ഇതിലില്ലല്ലോ. ഇതിലും ഇല്ല. അവിടെ നോക്കി, ഇത് എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഇരുന്നാണല്ലോ. എവിടെ പോയാ? ഒരിടത്തും ഇല്ലല്ലോ. അമ്മേ, ദേ ജാതക സിദ്ധുവിന്റെ കയ്യില്. സിദ്ധു, ഇങ്ങോട്ട് തന്നെ. സിദ്ധു, അത് നശിപ്പിക്കില്ലേ മോനെ, ഇങ്ങ് കൊണ്ടുവാ. മോനെ, ആ ജാതകം കൊണ്ടുവാ. ഇതാരാമ്മ ഈ ഫോട്ടോയില്? അതെ, ഇത് ഋഷി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോയാ. അല്ല, ഇത് ഋഷിയുടെ മാലാക അല്ല. ഇത് വേറെ ഏതോ മാലാക അമ്മ. ഋഷിയുടെ മാലാക ഇങ്ങനെ അല്ല. ഏടനാ ഫോട്ടോ തന്നെ. എന്താടാ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ഞെട്ടുന്നേ? ഈ പെൺകുട്ടിയെ നീ ആദ്യമായിട്ട് കാണുമൊന്നും അല്ലല്ലോ. നീ പ്രേമിച്ച പെണ്ണ് തന്നെയല്ലേ ഇത്? ഇതല്ല ഞാൻ സ്നേഹിക്കുന്ന കുട്ടി. അപ്പൊ നീ ഇവിടെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞതോ? ഈ ഫോട്ടോയെ കാണുന്ന അഞ്ജിതയെ ഞാൻ പ്രേമിക്കുന്നു എന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞേ? ഞാൻ പ്രേമിക്കുന്നത് അഞ്ജിതയല്ല. നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യമാ. ഞാൻ പ്രേമിക്കുന്നത് ഇവളെ അല്ല, ദേവിക ചേച്ചിയുടെ അനിയത്തി ഗോപികയാ. അയ്യോ, നീ തമാശ കളിക്കല്ലേ? ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നിയോ? ഇത് തമാശയല്ല. എന്റെ അച്ഛനാണ്, അമ്മയാണ്, മുത്തശ്ശിയാണ് സത്യം. ഞാൻ പ്രേമിക്കുന്നത് ഗോപികയാ, അല്ലാതെ ഇവളെ അല്ല. അപ്പോ നീയും അഞ്ജിതയും തമ്മിൽ പ്രേമത്തിലാണെന്ന് അഞ്ജിത പറഞ്ഞതോ? ഇതൊന്നും അറിയാതെ ഞങ്ങൾ ആ കുട്ടിയുടെ കയ്യിൽ വളയിട്ട് വിവാഹം ഉറപ്പിക്കുകയും ചെയ്തല്ലോ. ഇത് നടക്കില്ല. ഞാനും അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. ഇത് വലിയ അബദ്ധമായി പോയല്ലോ. ഈ അബദ്ധം എങ്ങനെ സംഭവിച്ചു? ഇനിയിപ്പോ എന്താ ചെയ്യാ? എവിടെയോ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യണം. നിങ്ങൾ വാ, നമുക്ക് അവരുടെ വീട്ടിൽ പോവാം. ഞാൻ ഋഷിയെ പ്രേമിക്കുന്ന കാര്യം ചേച്ചിയോട് എങ്ങനെ പറയും? പറഞ്ഞാ ചേച്ചി അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും? എന്തായാലും രണ്ടും കൽപ്പിച്ച് ചേച്ചിയോട് പറയാം. ഇതിന് ചേച്ചിയോട് പറയാതെ മനസ്സിൽ വെച്ചിരുന്ന ഒരു പക്ഷേ അത് അബദ്ധമാകും. എന്തായാലും ചേച്ചി ഇത് അറിയേണ്ടത് തന്നെയാണല്ലോ. പറയാം. ചേച്ചി, ചേച്ചി എന്താടി? അത് പിന്നെ എനിക്ക്
എന്താടി നിന്ന് പരുങ്ങുന്നേ? എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നോടൊരു കാര്യം പറയാൻ നിനക്കെന്താ മുഖവുര? പറയേ. അത് പറയടാ. എന്താ? എനിക്ക് വരൂ. ഇവരൊക്കെ എന്താ ഇവിടെ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? എല്ലാരും എന്തെങ്ങനെ നിൽക്കുന്നേ? വരൂ, ഇരിക്കൂ. ചേച്ചി, ഇവിടെ ഒരു അബദ്ധം സംഭവിച്ചേക്കാം. എന്താ അബദ്ധം? വളച്ചു കെട്ടാതെ പറയാം. നിങ്ങളെല്ലാവരും കരുതിയത് ഞാൻ സ്നേഹിക്കുന്നത് അഞ്ജിതയാണെന്ന്. എന്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് കരുതിയത്. എവിടെയോ കമ്മ്യൂണിക്കേഷനിൽ ഒരു തകരാറ് വന്നിട്ടുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നത് അഞ്ജിതയല്ല, ഈ നിൽക്കുന്ന ഗോപികയാണ്. ഇതറിയാതെയാണ് എല്ലാവരും ചേർന്ന് ഞാനും അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചത്. ഋഷി, അത് ഋഷി സാറ് ഇപ്പൊ എന്താ പറഞ്ഞേ? സാറും ഇവളും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്തിയെന്നോ? ആര് നടത്തി? എപ്പോ നടത്തി? എവിടെ വെച്ച് നടത്തി? അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? എല്ലാം ഇവിടെ ഈ വീട്ടിൽ വെച്ച് തന്നെയാ നടന്നത്. അപ്പൊ താൻ അവിടെ പോയിരുന്നു? ഈ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ കുട്ടിയെ കണ്ടതേയില്ല. ഓഹോ, അപ്പൊ എല്ലാരും ഒറ്റക്കെട്ടായി ചേർന്ന് എന്നെ പറ്റിക്കായിരുന്നു അല്ലേ? മോളെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.